Hey guys, welcome back to our channel. तो हम आगे बाजा के सेकंड पार्ट के साथ। और यार फर्स्ट पार्ट तो बहुत फनी था। कैसे उन लोगों ने डेजी को वो दिया था, चॉकलेट दिया था कॉन्ट्री करके। और सबसे फनी चीज ये है कि दो दोस्त एक ही लड़की के पीछे है। तीनों हाँ तो देखते हैं पार्ट कैसे होते हैं। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। അവസാനം നിങ്ങൾ മേടിയാവും അതാ ഞാൻ ഇങ്ങനെ ചെയ്തേ ഓ अच्छा നീ ഇപ്പൊ തന്നെ അവളോട് ഞങ്ങളുടെ കാര്യം പറയണം. ഇപ്പഴാ ഇപ്പൊ തന്നെ പറയണം. ഒന്ന് ഒരുങ്ങിട്ട് വന്നാ പോരെ പിടി अब ऐसे जाएगा क्या? हाँ यही चॉकलेट किसी और को कलोनी होगी इनके साथ तो यार ये तो एक ही इसने तुझसे प्लेटर लेकर आया है ये बेचारे। BC വിശ്വം വെറും ശത്രുവിൽ നിന്നും ഞങ്ങളുടെ ആജന്മ ശത്രുവായി മാറി. ओ फुल टाइम दुश्मन। എടാ നമ്മളെ സ്ഥിരം തല്ലാനേ ഹെഡ് മാസ്റ്റർക്ക് ചൂല് കൊണ്ടു കൊടുക്കുന്ന രമ്യാറല്ലേ, അവക്ക് എന്നെ കാണുമ്പോ ഒരു ചിരിയൊക്കെ ഉണ്ട്. नो सेम लड़की वापस। അതാ നമുക്ക് അടി കിട്ടുന്നത് നിങ്ങൾ തമ്മിൽ അടിയാവുന്നതിന്റെ മെയിൻ കാര്യം. അത് മാത്രമല്ല നീ ഒരു കാരണമാണ്, ഇവനല്ലേ മെയിൻ കാരണം. നീ 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 അമ്പടാ. എന്നാ ഒരു കാര്യം കേട്ടോ, ഞാൻ രണ്ടാം തീരുമാനിച്ചിരിക്കും. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ബോർഡ് സമയം ഞാൻ പഠിച്ച് പാസ്സാവണം. ഇനി ആകെ 2 മാസം കൂടെ ഉള്ളൂ. എങ്ങനെയെങ്കിലും പഠിച്ചു ജയിച്ചാൽ അടുത്ത വർഷം പറഞ്ഞ പെൺപിള്ളേരെ മുന്നിൽ നമുക്ക് ഷൈൻ ചെയ്ത് പൊളിച്ചെടുക്കാം. ചുമ്മാ അല്ല, പെട്ടെന്ന് നന്നാകാനൊക്കെ തീരുമാനിച്ചു. അല്ലടാ, ഇത്തവണ ജയിച്ചേ പറ്റൂ. अच्छा ये फेल ही होते हैं। പഠിക്കട്ടെ. ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇനി മുതൽ നമ്മുടെ ലൈഫിൽ പെണ്ണുമില്ല തല്ലുമില്ല. ഒന്നിനും നമ്മുടെ ശ്രദ്ധ ഇരിക്കാൻ പറ്റൂല. തല്ലല്ലേ വേനിച്ച നൊന്ത്. വെക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല. സോറി മോനെ. കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. हाँ मूसा, ये तो किसी और ने मारा पत्थर। എവിടുന്ന് എവിടെ നടാ ये कौन आया? ये नहीं डर हो गया। ये भी ऐसा ही है, लड़ाकू जैसा। ശരിക്കും മനസ്സിലായി കാണുമല്ലേ? ഇതൊക്കെ അവക്ക് ഇഷ്ടം. अत्याचार ഇതാരെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ സാറേ. എടാ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലടാ, ആരടാ നീ? എടാ ഞാൻ കലാം, ടെൻഡിയിലെ നല്ല ബെസ്റ്റ് പേര്. ഈ വിവേകാനന്ദ രാജൻ സാറിനെ തല്ലി. വിവേക് ആനന്ദ്. विवेक ആ പേര് ചേർത്ത് വായിച്ച ആ വലിയ മനുഷ്യനെ അപമാനിക്കരുത്. നീ എന്തിനാണ് രാജൻ സാറിനെ തല്ലിയത്? ഞാൻ തല്ലിയത് സാറേ, ആ രാജ് സാർ ഭ്രാന്ത. അയാൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. ये भी क्लबिंग कर रहा है। अभी सारे दोस्त बन जाएंगे। ഡെയിലി ഹോംവർക്ക് ഇതുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരില്ല. അതിനെന്നെ എന്നും തരും. ഹോംവർക്ക് ചെയ്യില്ല പിന്നെ നിന്നെ തല്ലുമല്ല തലോണോടാ. ഇന്ന് മുതൽ നന്നാവണം നീ എഴുതി ചോദിച്ചിട്ടാ തല്ലിയത്. നിന്നെ തല്ലിയാ നീ തിരിച്ചല്ലോ. നീ എന്നെയും തല്ലടാ. അല്ല സാറേ, തല്ലിയാലും കുഴപ്പമില്ല. എന്നെ കള്ളാന്ന് വിളിച്ചപ്പോഴാ ഞാൻ പിടിച്ച് തള്ളിയത്. ഇതാ സാറേ, ഞങ്ങള് നന്നാവാൻ നോക്കിയതാ, പക്ഷെ സാറ് നമ്മളെ വിശ്വസിക്കുന്നില്ലല്ലോ. ചുമ്മാതല്ല, आपको तो അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു. ओ ये बात तो सही है। എത്ര कितने भोले बन रहे हैं। वही അളിയ, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയല്ലേ? അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിലും പോകെ പോകെ നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങി. ओ ഒരേ अक्सर इसी जगह ചായക്കടയിലും होती थी। ബസ്സിലും ജിമ്മിലും ബാറിലും ഒക്കെ കണ്ടുമുട്ടുന്നവർക്ക് ഫ്രണ്ട്സ് ആവാമെങ്കിൽ ഹെഡ് മാസ്റ്റർ റൂമിന് മുന്നിൽ എപ്പോഴും കണ്ടുമുട്ടാൻ ഞങ്ങൾ तो हम कैसे दोस्त बन गए रे यार, अरे। क्यूट। ഒരു കാര്യമുണ്ട്, എനിക്കൊരു CD ഇട്ടിട്ടുണ്ട്. ആണാ? ओ പക്ഷെ എവിടെ ഇട്ട് കാണും? ये मूसा तो नहीं मूसा नहीं है, वो दूसरा है। हाँ मूसा तो ये है। हाँ ഞങ്ങൾക്ക് ഇതിനോട് അത്ര താല്പര്യമൊന്നുമില്ല, ഇല്ലേ? ഉണ്ടോ? ഇനി ഇതൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാവുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്. നോക്ക് പിന്നെ
हाँ अब ये जा रहे हैं। लाइट चली गई, वो निकलेगी नहीं, वो निकलेगी नहीं। लास्ट में नहीं होगा वही നമ്മളെല്ലാരും പിടിക്കും वही। ഇതിപ്പോ വലിയ പ്രശ്നമാവൂടാ. लाइट आ गई। गए। എടാ, ഇനി എന്ത് ചെയ്യൂടാ? വീട്ടിൽ നിന്ന് പപ്പയൊക്കെ വിളിച്ചോണ്ട് വരാൻ പറയും. കൊലക്കലിപ്പോവൂടാ. പപ്പ എങ്ങാണ് ഇത് കണ്ട ये मूसा का दिमाग चलेगा। उसको उसके नोटबुक किसकी है? ये उसकी होगी, वो बीसी की क्या नाम है वो उसका। എന്താ അവന്മാരൊന്നും മൈൻഡ് ചെയ്യണ്ട. അല്ല നമ്മളെന്താണ് വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ മൈൻഡ് ചെയ്യുന്നത് അല്ലേ? വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്? वाह इससे हो उसके स्कूल बैग में रख दिया मूसा तो बहुत പ്രശ്നമാവൂലേ? എല്ലാരും പറഞ്ഞു കൊടുക്കും കേട്ടോ, എല്ലാരും ഒത്തും എന്തോ പ്രശ്നം? നോക്കിയോ. പിന്നെന്താ? പിന്നെ ഒരു മിനിറ്റ് ഡെയ്സി, അതിന്റെ ബുക്ക് ലെറ്റർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, മറുപടി തന്നു. हो പോട്ടെ. डेज़ी की नोटबुक के अंदर रख दिया। ചോക്ലേറ്റ് സ്വീറ്റ് ആസ് യു. താങ്ക് യു. പോട്ടെ. अब तो गया। डेज़ी के बैग से निकलेगा। ये वाली नोटबुक थी वो। शिट, डेज़ी तो बेचारी फंस गई। बेचारी डेज़ी। वही बेचारी डेज़ी तो बदनाम हो गई यार। और वो ऐसे किसने किया विश्व ने? और वो ब्रेकअप हो जाएगा मूसा की वजह से। बेचारी वो तो बिना मतलब से ही फंस गई। वही എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആവുന്നു. നീ ഒറ്റ ഒരുത്തം തോന്നുന്നതല്ലോ. किसने सुन लिया? हाँ इन दोनों में तो मूसा को कैसे मार दिया यार। मूसा ने तो दे दिया इसको सही में भाई। दोस्त को कैसे मार, उसका चश्मा कहाँ गया? मूसा ये तो भी आगे भी बेकार है भाई। नहीं चाहिए ये लो, ये तो हमेशा ही कुछ ज्यादा ही करता है, ज्यादा ही करता है। ये लो, कलाम ने इसका पैर ही तोड़ दिया। ഞാൻ വളരെ ദൂരെയാണ് സാർ ജോലി ചെയ്യുന്നത്. മോനൊരു നല്ല സ്കൂളിൽ പഠിക്കട്ടെ എന്ന് കരുതി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സ്കൂളിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന എൻ്റെ മകൻ വേണോ ഈ തല്ലിപ്പൊളികൾ വേണോ എന്ന് സാറാണ് തീരുമാനിക്കേണ്ടത്. संस्कारी हो കേട്ടല്ലോ. इनके पेरेंट्स को कितना बुरा लगता होगा। എൻ്റെ മോനെ ഞാൻ വേറെ സ്കൂളിൽ ചേർക്കാൻ പോവാ. ദേ ഇനി ഇവനോട് മിണ്ടാനോ മറ്റോ വന്നാ തല്ലുകൊള്ളുന്ന ഇവനായിരിക്കും. ഇവന്റെ കാലും കൂടി ഞാൻ തല്ലി ഒടിക്കും. കേട്ടല്ലോ. വാടാ.
ഇവ ഇനി വീട്ടിൽ ഇരുന്ന് പഠിച്ചോട്ടെ. ഇനി കൂട്ടുകാരെന്ന് പറഞ്ഞ് വീട്ടിന്റെ പരിസരത്ത് വന്ന ബാക്കി അപ്പ കാണാം. നടക്കണം. सब अपने अपने बेटों को ऐसे അന്ന് നമ്മുടെ घसीट അച്ഛന്മാരോട് ചേർന്ന് ഒരു തീരുമാനം എടുത്തു, നമ്മളെ ഇനി ഒരു സ്ഥലത്ത് ഒരുമിച്ച് പഠിപ്പിക്കില്ലെന്ന്. नामों की सो अलग. देखना जरा मूसा मूसा नहीं कलाम कलाम पेन ऐसे Derivative formula, how to find the first derivative formula, derivative formula, how to find the first. आ रहा है मूसा. വരുവോടാ? ആർക്കറിയാല്ലേ? കുറച്ച് സെപ്പറേഷൻ കൂടെ ആ ബുക്കിൽ ബാക്കി വെച്ചേരെ. എവിടെ നിന്നോ നാളെ തന്നെ ഇത് കൊടുത്തവൻ ബിരിയാണി വാങ്ങിച്ചിരുന്നു. കുറച്ച് ബാക്കി വെക്കായിരുന്നു. तब भी पास हो गए बेच भी रहा कि तभी भाई पास भी है कि नहीं. പൈസ ഇട്. पैसे भी ले लिए. എടാ എന്നെ പോലെ പഠിച്ച് എന്നെ പോലെ ആവണം, മനസ്സിലായോ? അല്ലാതാ അവനെ പോലെ ആവരുത്. അവനെ കണ്ടില്ലേ വെറുതെ മണി ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർ ഇവരെ ചേർത്തു, ഇവൻ വന്നിട്ട് എന്നെ ചേർത്തു. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ക്രീമൊക്കെ എടുത്ത് അവൻ തന്നെ അവന്റെ മുഖത്ത് തേക്കുന്നു. बेचारे को മെറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തായി തീരും എന്തോ. ചേട്ടൻ എന്നെയാണോ വഴക്ക് പറയണത് അതോ അവനെയാണോ? सही बात. പോലെ അവര് പറയുന്ന പോലെ പഠിച്ച് അവര് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനൊന്നും ഞാൻ വാശി പിടിക്കില്ല. അതുകൊണ്ട് നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. या तो तुमसे इंजीनियर ഒന്നിലൊരു बनना ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാം. या ले ले ले. തീരുമാനിച്ചു. ഞാനല്ലേ പഠിക്കേണ്ടത്? पढ़ाई तो मैं करने वाला. പക്ഷെ മൂന്നാമതൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊക്കെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങിയിട്ടാവണം. ओ इतने स्ट्रिक्ट है इसके पापा. ഡാ, നീ എന്തായാലും എൻട്രൻസ് എഴുതിയാൽ കിട്ടാൻ പോണില്ല. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ പരിപാടി? അപ്പൊ എനിക്ക് എഞ്ചിനീയർ ആവണം. എന്തിന്? अच्छा इसको इंजीनियर बनना है. പക്ഷെ എനിക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. ഞാൻ പറഞ്ഞ കേക്ക്, നീ ഇവിടെ ബഹറിൽ കയറുവാ, നമുക്ക് നമ്മളവിടെ കടയൊക്കെ നോക്കി സുഖമായിട്ട് പോവാ. അപ്പൊ എനിക്ക് പഠിക്കണം. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. मौसा बोल रहा है पढ़ाई है ही नहीं तुम्हारी. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോ കാര്യമില്ലടാ, നിന്റെ വാപ്പാടെ ബുദ്ധിയാ നിനക്ക്. ओ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് और इधर उल्टा सिस्टम है. इसके घर वाले चाहते नहीं है इसको इंजीनियर. മറ്റന്മാരെല്ലാം എഞ്ചിനീയറിംഗിന് പോണോണ്ടാണ് ഈ മണ്ട അങ്ങനെ പറയാം. अच्छा कोई होगी सिलेक्शन. विष्णु की, विवेक, अज्जो, मोहम्मद, सबकी होगी, पांचों की. अच्छा ഡാ, നീ पांचों തോക്കുമായിരിക്കും. fail. പക്ഷെ ഞാൻ തോക്കാൻ തയ്യാറല്ലടാ. പാഞ്ചോ fail കാഞ്ചറിനാണ് हो നിന്നെ ഒരു എഞ്ചിനീയർ ആക്കും. ആ ഹാ. അതിനോട് നിന്നെ എടുത്ത് പാക്ക് ചെയ്യാൻ പോവാ. അതിന് പറ്റിയ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരുങ്ങിയിരുന്നോ നീ കേട്ടോ? बेचारे सही में. രാധിക സുഖമാണോ? ആ സുഖമാണ്. അവിടെയോ? ഓ സുഖം. വിഷ്ണുവിന്റെ അഡ്മിഷൻ എന്തെങ്കിലും ആയോ? മാർക്ക് കുറവല്ലേ? അജോയ്ക്കും മാർക്ക് ഭയങ്കര കുറവാ. അതെങ്ങനെ? अरे अरे പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചു നടന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ, അതുകൊണ്ടായിരിക്കും ये മാർക്ക്. बात तो है. ഞാൻ അജോനോട് പറയാം, വിഷ്ണു അഡ്മിഷൻ എടുക്കുന്നോട് തന്നെ. ഇതന്നെ നീ ചെറുത് വാങ്ങിയത്? ये तो बिल्कुल इग्नोर कर रही है. വിഷ്ണു എവിടെ അഡ്മിഷൻ എടുക്കണെന്നാ പറഞ്ഞേ? തീരുമാനിച്ചില്ല. यार आंटी तो देखा जाए ना चाहती ही नहीं है पता लगे, है ना, क्योंकि ऑब्वियसली वो मतलब उनको ऐसे लग रहा है उसके दो संगति खराब कर रहे हैं. बट आगे क्या होगा अभी ये तो पता लग गया. विष्णु है, विवेक, कलाम और क्या नाम था, मूसा मूसा अज्जो, वो सब अलग अलग हो गए, है ना. लेकिन अब देखते हैं कि कैसे करके वो इकट्ठे होंगे. उनके पेरेंट्स तो चाहते नहीं है वो साथ रहे. बिल्कुल भी. एग्जैक्टली. और डेजी का भी बहुत कंसर्न सा हो रहा है कि उसका क्या ही बनेगा, क्योंकि उसको स्कूल से भी निकाल दिया गया है
और जो उसका बॉयफ्रेंड था उसका भी पता नहीं क्या सीन चल रहा होगा, तो हम लोग बहुत एक्साइटेड है देखने के लिए कि वही। क्या होगा नेक्स्ट पार्ट में। वही तो देखते हैं कि अगला पार्ट कैसा होगा। तो गाइज यही था हमारा रिएक्शन, आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर चैनल पे नहीं तो सब्सक्राइब बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो। बाय।